നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന അമ്മവേഷം വരുമ്പോൾ അഭിനയിച്ചാൽ പോരെ. ഈ അടുത്ത കാലത്ത് ഏതെങ്കിലുമൊക്കെ കുറച്ച് സീരിയലുകൾ നമ്മളൊന്ന് മാറി മാറി കണ്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാത്തിലും ഒരു നെഗറ്റിവിറ്റിയാണ്. നല്ല കഥകളൊക്കെ ഉള്ള സീരിയലുകൾ വന്നാൽ 100% എനിക്ക് ഉറപ്പാണ് അതിനൊരു വലിയ ഓഡിയൻസ് ഉണ്ടാവും. ഇതൊരു വലിയൊരു സിനിമ പോലെ തന്നെ ഒരു ഗ്ലാമറുള്ള ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്ക് പൈസ കിട്ടും. പണ്ടത്തെ കാശ് വല്ലതും ആണോ ഇപ്പോഴ്? സീരിയൽ അഭിനയിച്ചാൽ എന്താ കുഴപ്പം, സിനിമ അഭിനയിച്ചാൽ എന്താ കുഴപ്പം? ഇതൊക്കെ എല്ലാം ഒന്നാ. ഒരു സിനിമ കുറേ കൂടെ ആൾക്കാർ കാണും, വ്യൂവർഷിപ്പ് ഉണ്ട്. നമസ്കാരം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ചേച്ചി ഈ സീരിയലും സിനിമയും കൂടെ ഇതെങ്ങനെ കൊണ്ടുപോകുന്നു ഒന്നിച്ച്? ഞാൻ പറഞ്ഞു, എവിടെ കൊണ്ടുപോകുന്നു ഒന്നിച്ച്? ഞാനിത് കേട്ടാത്തൊന്നും സകല സിനിമയിലും ഞാൻ അഭിനയിക്കുകയാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല വേഷം വരും. പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന അമ്മവേഷം വരുമ്പോൾ അഭിനയിച്ചാൽ പോരെ. അല്ലാതെ 2-3 സീനിൽ അവിടെ ഇവിടെയൊക്കെ ചില സ്നേഹബന്ധങ്ങൾക്ക് വഴങ്ങി നമ്മൾ അങ്ങനെ 4-5-6 സീനൊക്കെ ചെയ്തത് മോശമൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ ഒന്നും ചെയ്യാനില്ലാത്തൊരു സംഭവം വരുമ്പോൾ ഇത് ഭാര്യ നമുക്ക് എന്താ ഒരു നിരാശയൊക്കെ തോന്നും. അപ്പോൾ സീരിയൽ എങ്ങനെയാണെന്ന് ചോദിക്കും. ഇതിപ്പോൾ ഈ അഭിനയത്തിന് സീരിയലെന്നും സിനിമയെന്നും ഒന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതം, അഭിനയ ജീവിതം തിരിച്ച് കൊണ്ടുവന്നത് സീരിയലാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ പണ്ട് വിജയ് തമ്പി സാറിൻ്റെ മഹാത്മാഗാന്ധി കോളനി, അത് നല്ല തമാശ. പക്ഷേ എന്നിലെ നടിയെ കൂടുതൽ ഒരു എന്താ പറയുക, അറിയപ്പെടുന്ന രീതിയിൽ ഒരു സ്റ്റാമ്പ് ചെയ്യാൻ സഹായിച്ചത് KK രാജീവാണ്. രാജീവ് സംവിധാനം ചെയ്ത് പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ സീരിയൽ AR കുറ്റിമൂട് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു സീരിയൽ വന്നു. അപ്പോൾ അതിനകത്ത് സത്യം പറയണമെങ്കിൽ ഞാൻ ആദ്യമായിട്ട് അതിൽ അഭിനയിക്കാനായിട്ടൊരു സീരിയൽ വന്നപ്പോൾ അതിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്, ഒരു അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുന്നത്. നോക്കുമ്പോൾ അതിൽ തിലകൻ ചേട്ടൻ, ജയഭാരതി. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ ഇവരുടെയൊക്കെ കൂടെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. തിലകൻ ചേട്ടൻ്റെ കൂടെ അല്ല, ഭാരതി ഞാനൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. ഈ പറഞ്ഞതുപോലെ സുവേട്ടൻ്റെ പേരിലൊരു ട്രസ്റ്റൊക്കെ തുടങ്ങിയപ്പോൾ ഭാരതി എന്നും ഞാനത് നന്ദിയോടെ സ്മരിക്കും. കാരണം വളരെ കാര്യമായിട്ട് വരികയും അതുമായിട്ട് സഹകരിക്കുകയും ഒരു ഡാൻസ് വരെ കളിച്ചേച്ചാൽ പോയത്. കാരണം എൻ്റെ കയ്യിലൊന്നും വാങ്ങിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ഞാൻ വരും, സൂവിൻ്റെ ഒരു കാര്യം നീ നടത്തുമ്പോൾ എന്നും പറഞ്ഞിട്ടാണ് ഭാരതി വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം അവരൊക്കെ അഭിനയിക്കുന്നു ആദ്യമായിട്ടൊരു സീരിയൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാമല്ലോ, ഒരു സിനിമാ സെറ്റിൽ പോയിരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. എങ്കിലും ഞാൻ അതുവരെ അഭിനയമൊന്നും ഇല്ലാതെ ആകെ മൊത്തം ജീവിതം പോയെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണത്. സുവേട്ടൻ മരിച്ച ഏതാണ്ട് ഒരു കൊല്ലം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ മക്കളോട് ചോദിച്ചു. അപ്പോൾ പിള്ളേർ പറഞ്ഞു, അമ്മേ ഏത് നേരം. അപ്പം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, സുവേട്ടൻ പോയ സമയമായതുകൊണ്ടൊക്കെ. അപ്പോൾ അമ്മയും ഞാനും കൂടെ താമസം. അമ്മ വന്നെൻ്റെ വീട്ടിൽ നിൽക്കും. ഇങ്ങനെ അമ്മയും കൂടെ എന്തായാലും ദൈവം ഇങ്ങനെ വരുത്തിയല്ലോ എന്ന് അമ്മൂമ്മ പറയും. ഉടനെ അമ്മ ഇപ്പുറത്ത് ഇരുന്നുണ്ട്, എൻ്റെ അമ്മേ അത് എൻ്റെ അമ്മയെ ഞാൻ ചിന്തിച്ചു പോലുമില്ല. ഇതിങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ്? അമ്മയ്ക്ക് കുറേ അസുഖം വരുമോ, പ്രഷർ വരുമോ, അമ്മൂമ്മ കുറേ കരയുകയോ ചെയ്താൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഒരു റിലാക്സേഷനോ ഒരു ഉയർത്തെഴുന്നേൽക്കലോ എന്നും ഇത് ചിന്തിച്ചിരിക്കാനല്ലല്ലോ അച്ഛൻ ഇത്രയൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്നൊരു വാചകം മക്കൾ ചോദിച്ചു. അപ്പം പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ശരിയാ, സുവേട്ടൻ പണ്ട് പറയും മറ്റ് കാര്യങ്ങൾക്കൊന്നും നീ വിഷമിക്കേണ്ടി വരത്തില്ല, പക്ഷേ മക്കളുടെ പഠിത്തം അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. എവിടെ കൊണ്ടിട്ടാലും 4 കാല് നിൽക്കണം. അതിനാണ് ഞാൻ സൈനിക് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കൊരു മാനസികമായിട്ടൊരു ചേഞ്ച് ആയിരിക്കും ഈ സീരിയലിൽ അഭിനയിക്കാൻ പോയാൽ. അങ്ങനെ ഞാൻ രാജീവിൻ്റെ നല്ല ക്യാരക്ടർ, അവിവാഹിതയായ ജയഭാരതിയുടെ ചേച്ചി, ജയഭാരതിയുടെ മക്കളായ എൻ്റെ ഇപ്പോഴത്തെ മരുമോൾ പൂർണിമയും മായാമോഷിമയും, അവരെ രണ്ടുപേരെയും ഒരമ്മയ്ക്ക് സമാനമായ വാത്സല്യം കൊടുത്ത് വളർത്തുന്ന വല്യമ്മ. അത് ചെയ്യാമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് KK രാജീവ് സംവിധാനം ചെയ്യുന്ന പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയൽ ഞാൻ അഭിനയിക്കുന്നത്. അതൊരു വലിയ ബ്രേക്കായിരുന്നു, ഇല്ലാന്ന് പറയാനൊക്കെ. കാരണം ആ സീരിയൽ കഴിഞ്ഞോടുകൂടി പിന്നെ കോമഡി റോളുകളായാലും ശരി, അല്ലാത്ത റോളുകളായാലും ശരി, ഒരുപാട് സീരിയൽ ഞാൻ അഭിനയിച്ചു. എങ്കിലും എൻ്റെ ഗോപാലകൃഷ്ണ, ഹരിചന്ദനം, സ്ത്രീയൊരു സാന്ത്വനം, അതെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് നാൾ ഓടിയ സീരിയലുകളാണ്. ഞാനിതെടുത്ത് പറയാൻ കാര്യം, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സിനിമയായി അഭിനയിച്ചു. സിനിമയിൽ ഇതുപോലെ തിരിച്ചു വരുന്നത് രാജസേന സാറാണ് എൻ്റെ കാര്യം. റോമിയോ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ദിലീപിൻ്റെ അമ്മയായിട്ട്. അപ്പം ഞാൻ ഇതെല്ലാം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സീരിയലായാലും സിനിമയായാലും ഒന്നാമത് അഭിനയം ഏതാണ്ട് ഒരേ സാധനം തന്നെയാണ്. അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന സീരിയൽ എളുപ്പമാണ്,
സിനിമയിൽ കുറച്ച് പ്രയാസം ഒന്നുമില്ല, സീരിയലാണ് ബുദ്ധിമുട്ട്. അത് ഞാൻ പറയാറുണ്ട് എൻ്റെ മക്കളോട്. കാരണം സീരിയലെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു ദിവസം അഭിനയിക്കുന്നതിന്, മറ്റേതൊരു ക്യാരക്ടർ ചെയ്യുന്നതിന്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അഭിനയിക്കേണ്ട ദിവസമാണെങ്കിൽ ഒരു 6 7 8 സീനുകൾ റെഡിയാക്കി വെച്ചേക്കും. അപ്പോൾ ഈ 8 സീൻ അഭിനയിക്കുമ്പോൾ ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം മിനിമം ഡ്രസ്സ് മാറണം, അത് ചെയ്യണം. രാത്രി കിടക്കുന്നെങ്കിൽ അങ്ങനെ. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഡ്രസ്സ് മാറലിനുള്ള സമയം പോലും കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ട് കൂടുതൽ സീരിയൽ തന്നെയാണ്. അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതും അതാണ്. കാരണം ഈ കുറച്ചൊരു കമ്മിറ്റഡായിട്ട് തന്നെ പോകണം സീരിയലിൽ അഭിനയിക്കുമ്പോൾ. അത് വളരെ കുറവാണ് ഇപ്പോൾ ഈ കൊച്ചു പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും അഭിനയിക്കാൻ ഇഷ്ടമാണ്, അവർക്ക് അതിനുള്ള കഴിവുകൊണ്ട് മിടുക്കികളാണ്. പക്ഷേ ആ തൊഴിലിനോടുള്ള ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ, അത് എത്ര കണ്ട് എല്ലാവരും അതുപോലെ എടുക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇത് പൈസ, ഗ്ലാമർ, തമാശ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകും എന്നല്ലാതെ അതൊരു ഇതാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് സുരഭിയും സുഹാസിനിയും, സൂസു, ഫ്ലവേഴ്സിൽ. ആ സീരിയൽ ആദ്യം തുടങ്ങി, പിന്നെ ഇടയ്ക്ക് 2 മാസം എനിക്ക് സുഖമില്ലാതെ ഇപ്പോൾ കാലനക്കാതൊക്കെ വെച്ചുകൊണ്ടത് എനിക്ക് പറ്റിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് സുഖമായപ്പോൾ വീണ്ടും അവർ തുടങ്ങി, സൂസു തുടങ്ങി. അപ്പോൾ ഞാനിതുപോലെ പറയാറുണ്ട്. കാരണം അത് അഭിനയിക്കുമ്പോൾ എന്ത് കറക്റ്റാണെന്നറിയാം ഓരോ കമൻസ് വരുന്നത്. ചില സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇന്നതുപോലെ ആയി കൂടെ ചേച്ചി, അത് അവർ പറയുന്നത് ചുമ്മാ തമാശല്ല. ഞാൻ തന്നെ പറയാറുണ്ട്, ഇതിൻ്റെ മാത്രമല്ല ഇതിനു മുമ്പും പല സംവിധായകരോടും. പണ്ടത്തെ പോലെ ഇപ്പം ഞാൻ പെയ്തൊഴിയാതെ ചെയ്തു, പൊരുത്തം ചെയ്തു, സ്ത്രീ ഒരു സാന്ത്വനം, ഹരിചന്ദനം, ഈവൻ മഹാത്മാഗാന്ധി കോളനിയിൽ തമാശ ആണെങ്കിൽ പോലും കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കഥയുണ്ട് അതിലൊക്കെ. ആ കഥയിലൂടെ വരുന്ന കഥാപാത്രങ്ങളെന്ന് പറയുമ്പോൾ ഇതെല്ലാം കഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇപ്പോഴത്തെ സീരിയലിൽ ഈ എപ്പിസോഡുകൾ തികയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല, എത്രയും ഒരു സീനുകൾ ഒരു ദിവസം എടുക്കാമോ അതാണ് ലക്ഷ്യം. അപ്പോൾ ഈ വരുന്ന 15 സീനിൽ ഒരു 10 എണ്ണത്തിൽ കഥയുമായിട്ട് ബന്ധമുള്ള സീനുകളായിരിക്കും. പിന്നെ 5 എണ്ണം എന്ന് പറയുന്നത് വലിയ ബന്ധമൊന്നും കാണത്തില്ല. അവിടെ ഇവിടെയും ഓരോരോ കഥാപാത്രങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നത് കാണിക്കുന്നതല്ലാതെ അതെങ്ങനെ കൊണ്ടൊന്ന് മെയിൻ കഥയിൽ അത് ബന്ധപ്പെടുത്തും എന്നുള്ളതിനെക്കുറിച്ചൊരു ആശയക്കുഴപ്പമുണ്ട്. അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ഈ പഴയതുപോലെ നല്ല കഥാംശമുള്ള സീരിയലുകൾ വരികയാണെങ്കിൽ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രേക്ഷകരും പലതും. ഇപ്പോൾ 4 സീരിയലുണ്ടെങ്കിൽ 4 സീരിയലിലേക്കും ഓരോ സെക്ഷനായിട്ട് മാറിപ്പോകുന്നത്. അതുകൊണ്ട് കുറച്ച് പേര് ഒരു സീരിയൽ കാണും, കുറച്ച് പേര് വേറൊരു സീരിയൽ കാണും, മറ്റു ചിലർ 3ാമത്തേത് കാണും. അപ്പോൾ ഏത് കഥയിലാണോ ഒരു ട്രാക്ക് ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് കണ്ടെന്നിരിക്കും. പിന്നെ തമാശ സീരിയലായതുകൊണ്ട് ദൈവം സഹായിച്ച് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ വെളിയിൽ നിന്നൊക്കെ വരുന്നതിനകത്ത് ഇന്ന സീനിനകത്ത് ചേച്ചി ഇങ്ങനെ കാണിച്ചു, ചേച്ചി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ ചിരിച്ചു എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ ഇൻസിഡൻസാണ് പറയുന്നത്, കഥയല്ല. ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലുമൊക്കെ കുറച്ച് സീരിയലുകൾ നമ്മളൊന്ന് മാറി മാറി കണ്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാത്തിലും ഒരു നെഗറ്റിവിറ്റിയാണ്. കാരണം മനുഷ്യർ ഇങ്ങനെയൊക്കെ മനുഷ്യർ പെരുമാറുമോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ആഖ്യാന രീതിയും കഥയുമൊക്കെയാണ്. കാരണം അമ്മായിയമ്മയ്ക്ക് മരുമോളെ കണ്ടുകൂടാ, മരുമോൾ കൊല്ലാൻ നോക്കുന്നു, മരുമോൾക്ക് അമ്മായിയമ്മയെ കണ്ടുകൂടാ, അവരെ തട്ടാൻ നോക്കുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടുകൂടാ, ഭർത്താവിനെ ഭാര്യയെ കണ്ടുകൂടാ. വീട്ടിലൊരു സന്തോഷകരമായ സംഭവം നടക്കുന്നത് ആ വീട്ടിലുള്ള ഒരുതർക്കും ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെയാണ് കഥകൾ പോകുന്നത്. ഇനി അതാണോ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ മൊത്തത്തിൽ ഈ കാലാവസ്ഥ മോശമാണ് ജീവിതത്തിൻ്റെ തന്നെ, അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുത്തി നിറച്ചൊരു ജീവിതത്തിലൂടെയോ ഒരു സമൂഹത്തിലൂടെയോ നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നത് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പണ്ടുള്ള സീരിയലുകൾ പോലെ ഇപ്പോൾ പെയ്തൊഴിയാതെ മാത്രമല്ല എത്ര നല്ല സീരിയലുകളല്ലേ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, പ്രേംപ്രകാശൊക്കെ അഭിനയിച്ച അതൊക്കെയുള്ള സീരിയലുകൾ, അങ്ങനെയൊക്കെയുള്ള നല്ല കഥകളൊക്കെയുള്ള സീരിയലുകൾ വന്നാൽ തീർച്ചയായിട്ടും 100% എനിക്ക് ഉറപ്പാണ് അതിനൊരു വലിയ ഓഡിയൻസ് ഉണ്ടാകും. കാരണം ഞങ്ങളൊക്കെ ഈ വെളിയിലൊക്കെ പോകുമ്പോൾ ജനറലി പറയുന്ന ഒരു വർത്തമാനമാണത്. ചുമ്മാതെ ഒരു ഭംഗിവാക്ക് പറയല്ല. കാരണം ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സീരിയൽ കൊള്ളൂല്ലാതെ എന്നോട് പറയാൻ ഒരു മടിയില്ലാത്ത ഒരു ആൾക്കാരാണ് വെളിയിലൊക്കെ പോയാൽ. സൂചിപ്പിക്കൽ കുറവാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ചേച്ചി എന്ത് ചേച്ചി പണ്ടത്തെ പോലെ നല്ല കഥയൊന്നും വരാത്ത ഇപ്പം എന്തോന്ന് സർവത്ര അടിയാണല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളത് അറിയുന്നില്ല. അല്ല ശരിയാ കുഞ്ഞേ, ശരിയാണ്, സത്യമാണ്, കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ട്. അല്ല അതാ പറഞ്ഞേ. അപ്പോൾ അത് മുമ്പ് നമ്മളൊക്കെ അഭിനയിച്ചിരുന്ന ഇന്ദുമുഖി ചന്ദ്രമതിക്ക് പോലും ഇത്രയും വലിയ സ്വീകാര്യത, ഞാനത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ഒരു എയർ കമ്മഡോർ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ സെറ്റിൽ വന്നതും അതിൽ അഭിനന്ദിച്ചതും ഒക്കെ പറയുന്നത് കേൾക്കണം. കാരണം എല്ലാം കണ്ട് അടുത്ത് എൻ്റെ ഹസ്ബൻഡ് വന്ന് കാണാനിരിക്കത്തേ ഇല്ല, ഇത് വിട്ടിപ്പെട്ടി കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയ ആളാണ്. ചേച്ചി സ്കൂട്ടർ ഓടിക്കുന്നു മഞ്ജു പിള്ളയ്ക്ക് ബദലായിട്ട് അമ്മായിയമ്മയ്ക്ക് ഷൈൻ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് ഇതെന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ മല്ലികാ സുകുമാരൻ എൻ്റെ ഒരു സീരിയലാണ് എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് അദ്ദേഹം ഈ വിട്ടിപ്പെട്ടി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പതിവായിട്ട് ആ സീരിയൽ കാണുമായിരുന്നു എന്ന് പറയും. അപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനത് കണ്ടിരുന്നു എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ അത് എന്ത് തമാശയുണ്ടെങ്കിലും അതിലൊരു കഥയുണ്ട്. കാരണം എൻ്റെ മോൻ്റെ ഭാര്യ അവൾ മാത്രം അങ്ങനെ കസറിയാലെങ്ങനെ, പക്ഷേ ഞാനും അവളുമായിട്ട് പ്രത്യക്ഷത്തിൽ ഒരു അടിപിടിയില്ല. ഇപ്പുറത്തൂടെ ഞാൻ എൻ്റേതായ വഴി ഉണ്ടാക്കി നടക്കുക, അപ്പുറത്തൂടെ അദ്ദേഹം, അങ്ങനൊരു സംഭവമായിരുന്നത്. അപ്പോൾ അത് തമാശ ആയാലും ശരി, സീരിയസ് ആണെങ്കിലും ശരി, ഈ പറയുന്ന കഥയ്ക്ക് ഒരു വിശ്വസനീയത ആദ്യം ഉണ്ടാവണം. അല്ലാതെ ഒരു വീട്ടിൽ നേരം വെളുത്താൽ കിടക്കുന്നിടം വരെ എല്ലാവരും കൂടെ സംശയം, നോട്ടം, അടിപിടി, പരദൂഷണം, പാരവെപ്പ്, ഇതിങ്ങനെ പോയാൽ ജീവിതം അതാണോ? അല്ലല്ലോ. അപ്പം അത് തീർച്ചയായിട്ടും എനിക്കൊരു ചെറിയ അഭിപ്രായമുള്ളത്, എല്ലാവരോടും ഉള്ളത് അത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല കഥകളും കൂടെ എടുക്കണം. അത് ഒരു പരിധിവരെ ഈ ചാനലുകാർക്ക് സഹായിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ പ്രാവശ്യവും കൊണ്ട് തരുന്നത് ഇനിയിപ്പോൾ ഇതാണോ നിങ്ങളുടെയൊക്കെ ഓഡിയൻസിന് ഇഷ്ടമെന്ന് എനിക്കറിയില്ല, അത് ഞാൻ ആദ്യമേ മുൻകൂർ ജാമ്യം എടുത്തത് അതുകൊണ്ടാണ്. പക്ഷേ നല്ല കഥകളും കൂടെ വരാൻ, അതാരും അഭിനയിച്ചോട്ടെ, കൊച്ചുകുട്ടികൾ അഭിനയിക്കട്ടെ, മുതിർന്നവർ അഭിനയിക്കട്ടെ, ഇല്ലെങ്കിൽ മധ്യവയസ്കർ അഭിനയിക്കട്ടെ, പക്ഷേ ആ കണ്ടൻറ് എന്ന് പറയുന്ന സാധനം, കഥാംശം അല്ലെങ്കിൽ സാരാംശം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഒരു സമൂഹത്തിനോട് പറയാൻ പറ്റിയ ഒരു സന്ദേശം ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അതിപ്പോൾ തന്നെ ഇപ്പോൾ ഈ സൂസൂര് ചില സീനുകൾ ഞാൻ പറയാറുണ്ട്, അത് വളരെ നല്ലതായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും, കറക്റ്റ് ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തമാശയാണ്, തമാശയിലൂടെ നമ്മളൊരു കാര്യം പറയുക, അത് നല്ലതാണ്. പക്ഷേ ഒന്നുമില്ലാതെ ഈ അടിയും പിടിയും തമാശയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നില്ല, അതിന് എൻ്റേതായ ഒരു വിഷമമുണ്ട്. പിന്നെ സീരിയലിൽ അഭിനയിക്കുന്ന കൊച്ചു കുട്ടികളോട്, ഇതൊരു വലിയൊരു സിനിമ പോലെ തന്നെ ഒരു ഗ്ലാമറുള്ള ഇൻഡസ്ട്രിയാണ്. നിങ്ങൾക്ക് പൈസ കിട്ടും. പണ്ടത്തെ കാശ് വല്ലതും ആണോ ഇപ്പോഴ്? ഞങ്ങളൊക്കെ പണ്ട് തുടക്കത്തിൽ വാങ്ങിച്ചിരുന്ന കാശ് ഇപ്പോൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആളിൻ്റെ റെമ്യൂണറേഷനാണ്. അപ്പോൾ അത്രയ്ക്ക് മാറി. കാരണം നിർമ്മാതാക്കളും ചാനലും ഒക്കെ അതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ. അപ്പോൾ അവർ തരുന്ന ഈ പ്രൊമോഷനും ഈ അംഗീകാരവും നമ്മൾ മുതലെടുക്കാൻ നോക്കണം, അവർക്ക് നഷ്ടം വരാതെ നോക്കണം. ആ കമ്മിറ്റ്മെൻറ്റും ആ ഒരു ആത്മാർത്ഥമായ ഒരു അർപ്പണ മനോഭാവവും ആർട്ടിസ്റ്റുകൾക്കും വേണം. എന്താണ് വേഷം, എന്താണ് ഡയലോഗ് എന്ന് പഠിക്കുക. അത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നതാണ്. കാരണം വളരെ ഈസി ആയിട്ട് എടുക്കുന്നതാണ് ചിലരൊക്കെ. അല്ലല്ലല്ലല്ല, ഇതൊക്കെ നമ്മുടെ ചോറാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട് കാണുക. എന്തപ്പോൾ സീരിയൽ അഭിനയിച്ചാൽ എന്താ കുഴപ്പം, സിനിമ അഭിനയിച്ചാൽ എന്താ കുഴപ്പം? ഇതൊക്കെ എല്ലാം ഒന്നാ. ഒരു സിനിമ കുറേ കൂടെ ആൾക്കാർ കാണും, വ്യൂവർഷിപ്പുണ്ട് അല്ലേ? ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാണാൻ പറ്റും. സീരിയൽ എന്ന് പറയുന്നത് അതാത് സ്ഥലങ്ങളിലെ ചാനലിൽ കാണുന്നത്. എങ്കിലും ഇപ്പോൾ യൂട്യൂബായി, അതായി, ഇതായി, മറ്റേതായി, പല സംവിധാനങ്ങളും ഉണ്ട് എല്ലാ ചാനലിലും. അപ്പോൾ അതുകൊണ്ടാണല്ലോ വെളിയിൽ നിന്നൊക്കെ ഉള്ളവർ കണ്ടിട്ട് വിളിക്കുന്നതൊക്കെ. ഇപ്പോൾ ഞാൻ പഠിച്ച കോളേജിൻ്റെ ഗ്രൂപ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഞങ്ങളുടെ വിമൻസ് കോളേജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അമേരിക്കയിലുണ്ട്, ലണ്ടനിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ഏറ്റവും കൂടുതൽ ഗൾഫിലാണ്, ഒരുപാടുണ്ട്. അപ്പോൾ അവരെല്ലാം കാണുന്നുണ്ട് ഈ യൂട്യൂബ് വഴിയൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ വ്യൂവർഷിപ്പ് ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കൂടെ കാണാൻ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ വരണം, അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് സീരിയലായാലും ശരി, നല്ല കഥകൾ തിരഞ്ഞെടുക്കുക, നല്ല രീതിയിൽ അതിനെ ഒന്ന് എഴുത്തുകാരും ശ്രദ്ധിക്കണം. ഒരു 4 എപ്പിസോഡ് കുറവുണ്ട് ചേട്ടാ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എഴുതി ഇനി വിടരുത്. ആ 4 എപ്പിസോഡിൽ 4 നല്ല സംഭവങ്ങളായിരിക്കണം ഉണ്ടാവുക. അഭിനയിക്കാനൊക്കെ സംവിധായകൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എങ്ങനെയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു എഫർട്ട് അതിൽ വരണം. എഴുത്തുകാരൻ, സംവിധായകൻ, ക്യാമറാമാന്, അഭിനേതാക്കൾ, പ്രൊഡ്യൂസർ, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരിക്കുകയാണെങ്കിൽ കൈനഷ്ടമൊന്നുമില്ലാതെ ആ നിർമ്മാതാവിന് 10 പൈസയും കിട്ടും, നമുക്കും പൈസ കിട്ടും, നമുക്ക് പേരും കിട്ടും. അല്ലാതെ സീരിയൽ വേറെ സിനിമ വേറെ കൊണ്ട് ഒരുപക്ഷെ സീരിയലിലാണ് തുടക്കകാലത്ത് കഥകൾ ഏറെ നന്നായിട്ടുള്ളത് കണ്ടിരിക്കുന്നത്.
അന്നൊക്കെ സിനിമയിൽ ഇത്രയൊന്നും ഇല്ല, കൂട്ടബഹളമായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ സീരിയലും ഒരു കമേഴ്ഷ്യലൈസ് ചെയ്ത് ഇത്ര എപ്പിസോഡ് പോയാൽ ഇങ്ങനെ എന്നുള്ള ഒരു ലെവലിലേക്ക് പോകുന്നതിന് പകരം ഒരു തീരുമാനം ഉണ്ടാക്കുക, 100-200 എപ്പിസോഡിൽ ഇങ്ങനൊരു കഥ പറയുക. അല്ലെങ്കിൽ എപ്പിസോഡുകൾ കൂടിക്കോട്ടെ, പക്ഷേ അപ്പോൾ ആ കണ്ടൻറ്റ് അതനുസരിച്ച് കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളായിരിക്കണം. അത് എല്ലാവരും ഓർക്കണം. ഞാനിപ്പോൾ ചേച്ചി സീരിയലും അഭിനയിക്കുന്നു, സിനിമയും അഭിനയിക്കുന്നു, അതെങ്ങനെ ആ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്ട് വലിയ ഭഗീരഥ പ്രയത്നമാണ്. ഒന്നുമില്ല, എല്ലാം ഒരുപോലെയുള്ളൂ. നമുക്ക് പറയാനുള്ള ഡയലോഗ് പഠിക്കുക, ക്യാമറ ഓൺ ചെയ്യുമ്പോൾ പോയി പറയുക, ഇത്രയേ ഉള്ളൂ. ജോലി രണ്ടും ഒന്നാണ്. പിന്നെ അതെങ്ങനെയാണ് ജനം അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സ്വീകാര്യമാണോ പ്രേക്ഷകർക്ക് എന്നുള്ളത് ആ സീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. സിനിമയുടെ അത് തന്നെയാണ്. നല്ല സിനിമയാണോ കാണാൻ കേരളത്തിൽ പ്രേക്ഷകരുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ ആക്കിയെടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ അവൻ്റെ ജീവിതമായിട്ടൊരു ബന്ധമില്ലാത്ത സംഗതികളാകുമ്പം ഒരു വിരക്തി തോന്നും. അതെല്ലാം അങ്ങനെയല്ലേ, ഒരു പുസ്തകം വായിക്കുമ്പോഴും അങ്ങനെയല്ലേ. നമുക്ക് താല്പര്യമുള്ള പുസ്തകമാണ് നമ്മൾ താഴെ വയ്ക്കത്തില്ല, അത് മുഴുവനും 1-2 ദിവസം കൊണ്ട് വായിച്ച് തീർക്കും. അതേസമയം ഒരു 10-50 പേജ് വായിച്ച് ബാക്കി നാളെ വായിക്കാം, മടക്കി അതവിടെ വയ്ക്കും. എല്ലാത്തിലും അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, എഴുത്തിൻ്റെ ശൈലിയോ അല്ലെങ്കിൽ കഥാതന്തുവോ ഇതൊക്കെ പ്രധാനപ്പെട്ട സംഗതികളാണ് സിനിമയായാലും സീരിയലായാലും. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ എല്ലാം നല്ലത് തന്നെ.